ബോബി സഞ്ജയ് ചേർന്ന് തിരക്കഥ രചിച്ച് ലാൽ ജോസ് സംവിധാനം ചെയ്ത ചിത്രമാണ് അയാളും ഞാനും തമ്മിൽ. മലയാളത്തിലെ മികച്ച ചിത്രങ്ങളിൽ ഒന്നായാണ് ഈ ചിത്രം കണക്കാക്കപ്പെടുന്നത്. നായകനായി എത്തിയത് പൃഥ്വിരാജാണ്. ഡോക്ടർ സാമുവൽ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചത് പ്രതാപ് പോത്തനായിരുന്നു. ഇപ്പോൾ ഈ സിനിമയെക്കുറിച്ച് സംസാരിക്കുകയാണ് ലാൽ ജോസ്. ചരിത്രം എന്നിലൂടെ എന്ന സവാരി ചാനലിലെ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കഥ പറയുന്ന കാലത്ത് ബോബിയും സഞ്ജയും പറഞ്ഞുകൊണ്ടിരുന്നത് ഡോക്ടർ സാമുവൽ എന്ന കഥാപാത്രം നസ്രുദ്ദീൻ ഷാ ചെയ്യണം എന്നായിരുന്നു. അങ്ങനെ അത് കേട്ട് നസ്രുദ്ദീൻ ഷായായി ഞങ്ങളുടെ മനസ്സിലെ ആ കഥാപാത്രം. അത് കഴിഞ്ഞ് ആ കഥാപാത്രത്തിനു വേണ്ടി ഞങ്ങൾ നസ്രുദ്ദീൻ ഷായെ സമീപിച്ചപ്പോൾ മലയാളം അറിയാത്തതുകൊണ്ട് വേറൊരാൾ ഡബ് ചെയ്യുന്നതിനോട് താല്പര്യമില്ല, അദ്ദേഹത്തിന് നേരിട്ട് ശബ്ദം കൊടുക്കാൻ കഴിയാത്തതുകൊണ്ട് ചെയ്യുന്നില്ല എന്നാണ് ഞങ്ങളോട് പറഞ്ഞത്. നസ്രുദ്ദീൻ ഷായെ കിട്ടുന്നില്ലെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പേര് പ്രതാപ് പോത്തന്റേതാണ്. പ്രതാപ് ഏട്ടൻ ക്യാരക്ടർ ആയിരിക്കും എന്ന് ഞാൻ പറഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞു അത് ശരിയാകില്ല. കാരണം 2020 ഫീമെയിൽ കോട്ടയം എന്ന സിനിമയിൽ അദ്ദേഹം ഒരു കൊടും വില്ലനായിട്ടാണ്, ഒരു റേപ്പിസ്റ്റ് ആയിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത്. എല്ലാവരും അപ്പോൾ തന്നെ പ്രതാപ് പോത്തൻ വേണ്ടെന്ന് പറഞ്ഞ് റിജക്റ്റ് ചെയ്തു. പ്രതാപ് ഏട്ടൻ ചെയ്തത് കൊണ്ടാണ് ആ കഥാപാത്രം അത്രയും മനസ്സിൽ തട്ടുന്ന രീതിയിൽ വന്നത്. ഒരു ഡോക്ടർ ആണെന്നൊക്കെ പറഞ്ഞാൽ അദ്ദേഹത്തെ കണ്ടാൽ അത് മനസ്സിലാകും, ലാൽ ജോസ് പറയുന്നു.